കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വനിതാ പോലീസും കൂട്ടരും പോയതിനു ശേഷം നീതു അകത്തേക്ക് കയറിയിരിക്കുക. ദേഷ്യത്തോടെ അഖിലും അമ്മയും അച്ഛനുമെല്ലാം അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവളും വെല്ലുവിളിയോടെ ചോദിക്കുന്നുണ്ട്, എന്താ തല്ലം തോന്നുന്നില്ലേ? ഇനിയൊന്ന് കൈ ഉയർത്തി നോക്ക്, അടിക്കാൻ അല്ലെങ്കിൽ മിണ്ടിയ കയ്യോങ്ങി വരുമായിരുന്നല്ലോ. ഇപ്പൊ പേടി കാണുന്നു അല്ലേ? ഇനി എന്നെ തല്ലം കയ്യോങ്ങിയല്ലേ ഈ നമ്പറിലേക്ക് അപ്പൊ കോള് പോവും. അപ്പോ അഖിൽ ചന്ദ്രൻ അകത്ത് പോവും. അവന്റെ ഒരു ആങ്ങള കളിക്കല് എന്ന് ദേഷ്യത്തോടെ അഖിലിനോടായി പറഞ്ഞ് അച്ഛനോടായി, ദേ അച്ഛനെ കുറിച്ച് എനിക്ക് ഒരു പരാതിയുമില്ല, പക്ഷേ ഇവര് പറയുന്നതും കേട്ട് ഹരീഷിന്റെ കടയിൽ ചെന്നിനി ബഹളം ഉണ്ടാക്കാൻ നിന്നാ എന്നവൾ താക്കീതോടെ പറയേ, ഇല്ല പോവില്ലെന്ന് അച്ഛനും. തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അമ്മയോടായി, എന്താ നോക്കുന്നേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാ അങ്ങനെ പോവാൻ പറ്റുമോ? ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ നിങ്ങൾ എന്നെ പെറ്റത്. അതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോവാൻ തോന്നുന്നവരെ നിങ്ങൾ എന്നെ നോക്കണം, മനസ്സിലായല്ലോ? എന്റെ കാര്യത്തിൽ ഇടപെട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെയും ബുദ്ധിമുട്ടിക്കില്ല, ഓക്കെ എന്ന് പറഞ്ഞവൾ ടിവിയിൽ റൊമാൻറ്റിക് സോങ്ങും വെച്ച് അത് നോക്കിയിരിക്കുക. നീതു പറഞ്ഞ സംഭവങ്ങളെല്ലാം കേട്ട് വൗ, ശരിക്കും സ്ലൈക്യൂൻ കിടു പരിപാടിയല്ലേ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇറ്റോയും പറയുന്നുണ്ട്. അതിനുശേഷം എന്നോടുള്ള പെരുമാറ്റ രീതി ഒന്ന് കാണണം. എന്തൊരു ഒതുക്കമാണെന്നറിയാമോ? കണ്ടാൽ ഇപ്പൊ മാറിപ്പോവാൻ തുടങ്ങി. ഹരീഷ് നോക്കിക്കോ, നമ്മുടെ കല്യാണത്തിന് ഇനിയൊരു തടസ്സവും കാണില്ല, അത് ഉറപ്പാ. അപ്പൊ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നീതു എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷേട്ടാ നീതുവിനെ വീട്ടിൽ കൊണ്ടാക്ക് എന്നിട്ട് ഇറ്റോ വിളിച്ച് പറയുന്നുണ്ട്. വേണ്ട, ഇത്രയും പുലിവാലൊക്കെ ഉണ്ടാക്കിയതല്ലേ, ഇന്ന് ബൈക്കിൽ ചെന്നിറങ്ങുമ്പോ അവര് വീണ്ടും അപമാനിക്കാൻ ചെന്ന പോലെയാവും. അതുകൊണ്ടേ ഇനി നാളെ കൊണ്ടുവിട്ടാ മതി. ഒന്നിടവിട്ട് വിഷമിപ്പിക്കാം, എല്ലാ ദിവസവും വേണ്ട. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് നീതു എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും അല്ലല്ല നീതു, ഒരു സംശയം എന്ന് ചന്തുവും പറയുന്നുണ്ട്. നീതു സംശയത്തോടെ നിൽക്കെ, ഇന്നലെ മുതൽ പട്ടിണിയാണെന്ന് പറഞ്ഞിട്ടല്ലേ വന്ന ഉടനെ പൊറോട്ടയും ബീഫും വാങ്ങിപ്പിച്ചത്, എന്നിട്ട് രാത്രി പരിപ്പ് കറിയും കൂട്ടി ഉണ്ടതോ എന്ന് ചന്തു ചോദിക്കെ, തുടക്കത്തിൽ ഇവന്റെ കയ്യിൽ നിന്നൊരു സെന്റിമെന്റ്സ് കിട്ടാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് നീതു അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. ചിരിയോടെ ഇരിക്കുന്ന ഹരീഷിനോടായി, ഹരീഷേട്ടാ അവള് കാണുന്ന പോലെ ഒന്നും അല്ല എന്ന് ചന്തു പറയുന്നുണ്ട്. രാത്രി ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഹരീഷിൽ നിന്നും ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുക. എന്നാലും നീതു ആള് കൊള്ളാലോ ഹരീഷേട്ടാ, പോലീസിനെ പേടിച്ച് അവളുടെ വീട്ടുകാർ ഇനി അനങ്ങൂല എന്ന് നികേഷ് പറയുന്നുണ്ട്. അതേടാ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ നമ്പർ കൂടി കൊടുത്തിട്ടാ ആ SI പോയേ. ഇപ്പോ അവൾ ഇരിക്കുന്നിടത്തു കൂടി അവളുടെ ആങ്ങള് വന്നിരിക്കില്ല അത്രേ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ, എന്നാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കുമെതിരെ പരാതി കൊടുത്തത് ഇത്തിരി കൂടിപ്പോയെന്നാ എന്റെ സംശയം എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. എന്ത് കൂടിപ്പോയെന്നാ? ഒരു സംശയവും വേണ്ട സുഭാഷ് ഏട്ടാ, അവരവളെ അത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടാ, യാതൊരു സംശയവും വേണ്ട എന്ന് സുധീഷും പറയുകയാ. എന്നാലും അവളുടെ ധൈര്യം സമ്മതിക്കണം. ആ ധൈര്യം എനിക്കുണ്ടായില്ലല്ലോ. നീതുവിനെ പോലെ ഞാനും ബുദ്ധിപൂർവ്വം പോലീസിനെ വിളിച്ച് വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും വീട്ടിൽ വരേണ്ടി വരുമായിരുന്നില്ല. ഇങ്ങനൊന്നും ജീവിതത്തിൽ സംഭവിക്കുകയുമില്ലായിരുന്നു അല്ലേ എന്ന് നിധി ടെൻഷനോടെ പറയേ, നീതുവിന്റെ അച്ഛനെ പോലെ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ നിധിയുടെ അച്ഛൻ. പോലീസ് നിധി പറയുന്നത് കേൾക്കോ അതോ അച്ഛൻ പറയുന്നത് കേൾക്കോ? അങ്ങനെ വീട്ടിൽ നിന്നാലും അവര് ജോലിക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം കാലിൽ നിൽക്കാൻ അവരനുവദിക്കോ? ഇല്ല എന്ന് സുധീഷ് പറയേ, അത് വിട്, കഴിഞ്ഞു പോയതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഹരീഷിനോട് അവൾക്ക് നിസ്സാര പ്രേമമൊന്നും അല്ല കേട്ടോ. ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നതുവരെ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാനല്ലേ അവൾ ഇത്ര സ്മാർട്ടായിട്ട് പോലീസിനെ ഇൻഫോം ചെയ്തത്. ഒരു കാരണവശാലും നീ അവളെ കൈവിടരുത് ഹരീഷേ, എനിക്കതേ പറയാനുള്ളൂ എന്ന് നിധി പറയുന്നത് കേൾക്കെ അത് സംബന്ധിച്ച് സന്തോഷത്തോടെ ചിരിക്കുക ഹരീഷും. ഇതെല്ലാം കേൾക്കെ സുധീഷും ചിരിയോടെ പറയുകയാ, അതെ, എന്നെ വിശ്വസിച്ചല്ലേ നിധി ഇറങ്ങിപ്പോകുന്നത്. ഒരു കാരണവശാലും ജീവിതാവസാനം വരെ ഞാനും നിധിയെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവൻ ചിരിയോടെ നോക്കുമ്പോഴാണ് തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന നിധിയെ കാണുന്നത്. എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിച്ചിരിപ്പാ. സുധീഷും ആകെ പരിഭ്രമത്തോടെ അയ്യോ കയ്യിന്ന് പോയി എന്ന് മനസ്സിൽ പറഞ്ഞ് നിധിയോടായി, അങ്ങനെയല്ല, അതിപ്പോ ഒരു ഫ്ലോയിൽ അറിയാതെ എന്ന് പരങ്ങളോടെ പറഞ്ഞ് സോറി എന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കുമ്പോഴേക്കും എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ട് അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടുകയാ. അവന്റെ ആ പോക്ക് കണ്ട് നിധിയും കൂട്ടരും പൊട്ടിച്ചിരിക്കുക. പിന്നാമ്പുറത്തെത്തിയ സുധീഷ്, ഷോ ഇനി ഇതും പറഞ്ഞ് അലമ്പാവോ ദൈവമേ എന്ന് ടെൻഷനോടെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചിരിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെ കാണുന്നത്. അത് കണ്ട് സുധീഷും ആശ്വാസത്തോടെ ദേ ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നെടുവേർപ്പിടുകയാണ്. ഞാൻ പറഞ്ഞതിൽ ഹാപ്പിയാണ്, അത് മതി, നോക്കാമെന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടെ ഫുഡ് കഴിക്കുക. പിറ്റേ ദിവസം അച്ഛൻ ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് പാട്ടും പാടിക്കൊണ്ട് നഖം മുറിച്ചുകൊണ്ടിരിക്കുക. നിധി അങ്ങോട്ട് വന്ന് അച്ഛനെ നോക്കി തൂണും ചാരി നിൽക്കുക. പെട്ടെന്ന് നിധിയെ കാണുന്ന അച്ഛനും എന്തെങ്കിലും തുറിച്ചു നോക്കുന്നേ? ചീത്ത വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? അല്ല, പിള്ളേര് വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും, നീ വിളിച്ചാൽ ഞാൻ ചീത്ത വിളിക്കില്ല, അതുകൊണ്ട് ചുളിവില് ചീത്ത വിളിക്കാന്ന് വിചാരിച്ച് വന്നതാണോ എന്നച്ഛൻ ചോദിക്കുന്നവർക്ക് ഇന്ന് ചൊവ്വാഴ്ചയാ എന്ന് നിധിയും. അതുകൊണ്ട് എന്താ ചീത്ത വിളിക്കാൻ പാടില്ലേ എന്ന് അച്ഛനും. ചൊവ്വാഴ്ച നഖം വെട്ടിക്കൂടുന്ന എന്ന് നിധി പറയേ, ഓ അതാണോ, എനിക്ക് ഇന്നേ ഒഴിവ് കിട്ടിയുള്ളൂ എന്നച്ഛൻ പറയേ, ഓ ബാക്കി ദിവസമൊക്കെ വലിയ പണിയാണല്ലോ എന്ന് നിധിയും. എനിക്ക് പണി ഉണ്ടാവാതിരിക്കും, അതിന് നിനക്കെന്തായെന്ന് അച്ഛനും. വീടിന് ദോഷം വരുന്ന കാര്യം കണ്ടപ്പോ പറഞ്ഞൊന്നു മാത്രം എന്ന് നിധി ഓർമ്മിപ്പിക്കേ. ഈ വീടിന് ഇനി ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം വരാനാ? ചൊവ്വാഴ്ച ദിവസം എന്റെ നഖം മണ്ണിൽ വീഴുന്നത് പ്രശ്നമാണെങ്കിൽ
അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കണമെന്ന് അച്ഛനും. ചില കാര്യങ്ങളൊക്കെ നോക്കിയാലേ വീടിന് ഐശ്വര്യമുണ്ടാകൂ എന്ന് നിധി പറയാ. അയ്യയ്യേ, നീ എന്താ ഒരുമാതിരി തായ് കിളവികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്? ഒരു കൊച്ചു പെണ്ണാണെന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴും 18ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടിയിട്ടില്ല അല്ലേ എന്ന് പരിഹാസത്തോടെ അച്ഛൻ ചോദിക്കേ. ഇല്ല, ഞാൻ കയറാൻ നോക്കിയപ്പോഴേ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു എന്ന് നിധി ദേഷ്യത്തോടെ പറയുന്നത് കേൾക്കെ. വെറുതെ അല്ല ഇങ്ങനെ ആയേ എന്ന് അച്ഛനും പറയുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ എന്നവൾ ചോദിക്കേ. അയ്യോ വേണ്ടായേ, നീ ഒന്നും ചോദിക്കണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതിയെന്ന് കൈകൂപ്പിക്കൊണ്ട് അച്ഛൻ പറയും. വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കുമെന്ന് നിധി പറയേ. ചോദിക്കാൻ നീ തീരുമാനിച്ചു, എന്നാ പിന്നെ ചോദിക്കണമെന്നൊരു ചോദ്യം എന്തിനാ എന്ന് അച്ഛനും. ഇവിടുള്ള എല്ലാവരുടെയും അച്ഛനല്ലേ നിങ്ങള് എന്ന് നിധി ചോദിക്കേ. ഓ, അത് നിനക്ക് ചൊവ്വാഴ്ച നേരം പുലർന്നപ്പോഴാണോ മനസ്സിലായത് എന്ന് അച്ഛനും ചോദിക്കുക. അതുപോലെ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് നിധിയും. എന്നാ ഞാൻ ഇന്നു മുതൽ ഓരോരുത്തരെ പുറത്തു കയറ്റിയിരുന്ന ആന കളിക്കാം എന്തായെന്ന് പരിഹാസത്തോടെ അച്ഛനും ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ ഇനിയും കല്യാണമായിട്ടില്ല, അതിനുവേണ്ടി അച്ഛൻ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു നല്ല കുട്ടിയെ കണ്ട് കല്യാണം കഴിപ്പിച്ചൂടെ? എന്റെ വീട്ടിൽ എന്റെ അച്ഛനാ എന്റെ ചേട്ടനെ ഒരു നല്ല ആളെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എന്ന് നിധി അഭിമാനത്തോടെ പറയേ. നിന്റെ ചേട്ടനെ നല്ലൊരാളെ കണ്ടെത്തി കല്യാണം നടത്തി കൊടുത്ത അതേ അച്ഛനാ നിനക്കൊരു കോന്തനെ കണ്ടെത്തി കല്യാണം നടത്താൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നീ വീട് വിട്ട് ഓടി വന്നതെന്നും കൂടി കൂട്ടി പറയേ എന്നച്ഛൻ പരിഹസിക്കേ. ശരി, എന്റെ അച്ഛന്റെ കാര്യം വിട്. നിങ്ങളൊരു നല്ല അച്ഛനാണല്ലോ, സുഭാഷ് ചേട്ടന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്തതെന്താ? അത് കേൾക്കെ അച്ഛനും അവിടുന്ന് എഴുന്നേറ്റ് നടന്നുകൊണ്ട്, മോളെ, നല്ല അച്ഛൻ ആരാണെന്നറിയോ? തന്റെ മകൻ ഒരു പെണ്ണിനെ വഴിയിൽ കണ്ടെത്തി കെട്ടിക്കൊണ്ടു വന്നിരുന്നാലും, പ്രേമിച്ച് കെട്ടിക്കൊണ്ടു വന്നിരുന്നാലും, ഇനി ശരിയായി കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണെങ്കിലും ഒരേപോലെ കാണുന്നവനാവണം. അതാണ് മൈസെൽഫ് ഭാസ്കരൻ എന്ന് പറഞ്ഞ് കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് തെങ്ങടിച്ച പന വീഴും പോലെ വളർന്നിട്ടും അവനൊരു പെണ്ണിനെ കണ്ടെത്താനായില്ലെങ്കിൽ അത് അവന്റെ കുഴപ്പം, എന്റെ കുഴപ്പമല്ല. എന്നോട് ചോദിച്ച ചോദ്യേ അവനോട് പോയി ചോദിക്കേ എന്നച്ഛൻ പറയേ. നിധിയും പറയുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള അച്ഛനാണെന്ന് ഞാൻ സമ്മതിക്കും, പക്ഷെ നിങ്ങളുടെ മകന് പ്രേമമൊന്നും ശരിയാവില്ലെന്നേ. അപ്പോ അച്ഛൻ എന്ന നിലയിൽ എന്ത് ചെയ്യണം? ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കണം വേണ്ടേ എന്ന് നിധി ചോദിക്കേ. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, നിനക്കെന്താ അവനോട് ഇത്രമാത്രം കെയറിങ് എന്ന് അച്ഛനും ചോദിക്കുക. സുഭാഷ് ഏട്ടൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാ നല്ലതല്ലേ? ആളുകളുടെ വാതോടെ അടയില്ലേ എന്ന് നിധിയും. നീ ഒരു പെണ്ണല്ലേ, ഈ വീട്ടിലല്ലേ താമസം, എന്നിട്ട് നാട്ടുകാരുടെ വായടഞ്ഞോ? ഇല്ലല്ലോ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. ഇനി ഒരു കുട്ടി കൂടി വന്നാ ഇപ്പൊ സംസാരിക്കുന്നവരും നിർത്തിക്കോളുമെന്നേ എന്ന് നിധിയും. ചിരിയോടെ ഞാനൊരു കഥ പറയട്ടെ എന്ന് അച്ഛൻ ചോദിക്കേ. കഥ കേട്ടിരിക്കാനൊന്നും എനിക്ക് നേരമില്ല, ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. ഒരു നല്ല പയ്യനുണ്ട്, തരക്കേടില്ലാത്ത ജോലിയുണ്ട്, കാണാൻ കൊള്ളാം, തങ്കപ്പെട്ട സ്വഭാവമാണെന്നൊക്കെ പറയാൻ പറഞ്ഞ് നല്ല ബ്രോക്കർമാരെ ഏൽപ്പിച്ചൂടെ എന്ന് നിധി ചോദിക്കേ. നീ ഇവിടേക്ക് വന്നിട്ട് എത്ര മാസമായി? ഈ വീടിനെ പറ്റി മനസ്സിലായില്ലേ? നാട്ടുകാർക്ക് ഞാൻ വെറുമൊരു മനുഷ്യനല്ല, കോലപ്പുള്ളി ഭാസ്കരനാ. ഞാനൊരു വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചാ ആരെങ്കിലും തരുമോ? നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് പിള്ളേരറിയണ്ട, അവർ പിന്നെ നിനക്ക് സ്വൈര്യം തരില്ല. അല്ല, നിനക്കിതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്തുവാ? ദിവസവും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ആലോചിക്കാൻ ഒന്നുമില്ലേ? വെറുതെ ഇരിക്കണമെന്നുണ്ടെങ്കിലേ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ച് കഴിവ് തെളിയിക്കാൻ നോക്ക് എന്നച്ഛൻ പറയുന്നതുകൾക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കുമെന്നാ എന്നെ പറയണം എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുകയാ. നീ പറയുന്ന കേട്ടാ അയ്യോ, കുറച്ചു നേരം എന്നോട് സംസാരിച്ചിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ എന്നച്ഛൻ പരിഹസത്തോടെ ചോദിക്കേ. അച്ഛനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി നിധി അകത്തേക്ക് കയറി പോവുകയാ. ചിരിയോടെ കഷ്ടമെന്ന് പറഞ്ഞ് പാട്ടും പാടി ഒരു വീഡിയോ എടുത്ത് വലിക്കാൻ തുടങ്ങുകയാ ഭാസ്കരനും. അവിടെ പിന്നാമ്പുറത്തിരുന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക സുധീഷും ഹരീഷും നികേഷും എല്ലാം. സുധീഷ് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോ ഇമോജിയെ പറ്റി വലിയ വിവരമൊന്നും ഇല്ലല്ലേ എന്ന്. ഇല്ലെന്നേ, നമ്മൾ വെറുതെ തംസപ്പ് മയക്കും ഹാർട്ട് മയക്കും എന്നല്ലാതെ ഇത് ഓരോന്നും എന്തിനാണെന്ന് അവള് പറയുമ്പോഴല്ലേ ഞാൻ അറിയുന്നത് എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിക്കുക. അങ്ങോട്ട് വന്ന നിധിയും ഇത് കണ്ട് ചിരിക്കേ. എല്ലാവരും സന്തോഷിച്ച് ജീവിക്കേ, മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി ഒന്നും അറിയണ്ടല്ലോ, എല്ലാവർക്കും അവരവരുടെ കാര്യം എന്ന് ദേഷ്യത്തോടെ പറയുന്നത് കേൾക്കെ. എന്താ ഇപ്പൊ ഉണ്ടായേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലേ, ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്തോണ്ടിരുന്നേ എന്ന് നിധി ചോദിക്കേ. ഇതൊക്കെ തന്നെയല്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അല്ല, സുഭാഷ് ഏട്ടന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ എല്ലാവരും നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു, പല കുടുംബങ്ങളിലും പോയി പെൺകുട്ടിയെ കാണാറുമുണ്ടായിരുന്നു. ഇപ്പൊ എന്താ അതൊന്നുമില്ലാത്തെ? സുഭാഷ് ഏട്ടന്റെ വിവാഹം കഴിഞ്ഞു കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ എന്ന് നിധി ചോദിക്കേ. ആഗ്രഹമില്ലെന്നോ? ഞങ്ങൾക്കോ? നന്നായിട്ടുണ്ട് എന്ന് സുധീഷും. അത് പറഞ്ഞ പോരാ, പ്രവർത്തിച്ചു കാണിക്കണം. ഫോണിൽ നോക്കി തമാശ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന അത് നടക്കില്ല. അല്ല, സുഭാഷ് ഏട്ടന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്താ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്ന് നിധി ചോദിക്കേ. അത് നോക്കിയിട്ടൊന്നും നടക്കാതായപ്പോ സുഭാഷ് ഏട്ടനും വല്ലാണ്ട് ഡൗൺ ആയി. കുറച്ചു നാളത്തേക്ക് സുഭാഷ് ഏട്ടന്റെ മൈൻഡ് ഫ്രീ ആവട്ടെ, അതുവരെ ആലോചനയൊന്നും വേണ്ടാന്ന് ഏടത്തി തന്നെയല്ലേ പറഞ്ഞേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് ശരി, അപ്പോ കുറ്റം എന്റെ തലയിലേക്കല്ലേ എന്നവൾ ചോദിക്കേ. അയ്യോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞൊന്നു മാത്രമെന്ന് ഹരീഷും. ഇനി അത് പറഞ്ഞെങ്കിൽ തന്നെ എത്ര നാളായി, ഇനി ആലോചിച്ചു തുടങ്ങിക്കൂടെ? അതും ഞാൻ വന്ന് പറയണോ? ആദ്യം നിങ്ങൾക്ക് സുഭാഷ് ഏട്ടൻ വിവാഹം കഴിച്ചു കാണണമെന്നുണ്ടോ? അത് പറ എന്ന് നിധിയോ.
ഉവെന്നെല്ലാവരും തലയാട്ടിക്കൊണ്ടിരിക്കെ വാ തുറന്നു പറഞ്ഞൂടെ എന്ന് ദേഷ്യത്തോടെ നിധി അതുകൾക്ക് വേണം എന്നെല്ലാവരും ഒരുമിച്ച് പറയുക. അപ്പോ അതിനുള്ള ജോലി ഉടനെ ചെയ്യാൻ നോക്ക്. എല്ലാം നടക്കും പോലെ ഇതും നടക്കുമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്നു മുതൽ അതിനുള്ള പണി തുടങ്ങിക്കോണം, കേട്ടല്ലോ എന്ന് താക്കീതോടെ പറഞ്ഞവൾ അകത്തേക്ക് കയറി പോവുകയാ. പിന്നീട് ഓഫീസിലേക്കുള്ള യാത്രയിൽ നികേഷിന്റെ കൂടെ റോഡിലൂടെ നടക്കുകയാണ് നിധി. ഏടത്തി, എന്താ ഇന്ന് രാവിലെ പെട്ടെന്ന് സുഭാഷേട്ടന്റെ കല്യാണക്കാര്യം എടുത്തിട്ടത് എന്ന് നികേഷ് ചോദിക്കെ, പെട്ടെന്നോ? നല്ല കാര്യമായി. നിങ്ങളെല്ലാവരും അത് മറന്നതുപോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് നിധി. മറന്നിട്ടൊന്നുമില്ലെന്ന് നികേഷ് പറയേ. എന്നിട്ട് പിന്നെ വേറൊരാലോചനയും നടക്കുന്നില്ലല്ലോ. സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ചു ദിവസത്തേക്ക് ആലോചനയൊന്നും വേണ്ടെന്ന് വെച്ചു എന്നുള്ളത് ശരിയാ. എന്ന് വെച്ച് ഇനി ആലോചിക്കണ്ടെന്നില്ലല്ലോ എന്ന് നിധി ചോദിക്കെ, അത് ശരിയാ എന്ന് നികേഷും. ഇനി വൈകരുത് നികേഷേ, എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണമെന്ന് നിധി പറയെ. ആലോചിക്കാം. സുധീഷ് ഏട്ടനെയും ഹരീഷ് ഏട്ടനെയും ഒക്കെ ഞാൻ സ്ക്രൂ ചെയ്തോളാം എന്ന് നികേഷ് പറയെ. പറ്റാവുന്ന മാട്രിമോണിയലൊക്കെ രജിസ്റ്റർ ചെയ്യണം. ആ ബ്രോക്കറെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നടക്കില്ലെന്ന് നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ പണി ഞാൻ ചെയ്തോളാം, സീനില്ലെന്ന് നികേഷും. എങ്ങനെയുള്ളൊരു കുട്ടി സുഭാഷ് ഏട്ടന്റെ ഭാര്യയായിട്ട് വരണമെന്നാ നിന്റെ ആഗ്രഹം എന്ന് നിധി ചോദിക്കേ. അത് പിന്നെ ഏട്ടത്തിയെ പോലെ ഒരാള് എന്ന് നികേഷും. എന്നെ പോലെയോ എന്ന് അമ്പരപ്പോടെ നിധി ചോദിക്കേ. ഏട്ടത്തി എത്ര പെട്ടെന്നാ ഞങ്ങളുടെ വീടുമായിട്ട് ജെല്ലായത്. അതുപോലെ ഒരാളായ മതിയെന്ന് നികേഷും. അങ്ങനെ അവർ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുകയാ. അപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി നികേഷിനെ ശ്രദ്ധിക്കുന്നത് അവൻ കാണുന്നത്. അവനും ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാ. അപ്പോഴാണ് നിധി ചോദിക്കുന്നത്, നിനക്ക് എങ്ങനെയുള്ള കുട്ടി വേണമെടാന്ന്. എനിക്ക് അങ്ങനെ തിടുക്കമൊന്നുമില്ല, 1 വർഷം കഴിയട്ടെ, കോളേജ് കഴിഞ്ഞിട്ട് ഉടൻ നോക്കാമെന്ന് നികേഷും. 1 വർഷോ? ഒറ്റ കുത്തുവെച്ച് തരും. ഒരു 28-29 വയസ്സായിട്ടൊക്കെ മതി എന്ന് നിധി പറയേ. 29 ഇത്തിരി ലേറ്റല്ലേ എടുത്തി എന്ന് നികേഷും ചോദിക്കുക. സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു, ഹരീഷ് ഏട്ടന്റെ പെട്ടെന്ന് തന്നെ കഴിയും, സുഭാഷ് ഏട്ടന്റെ കല്യാണവും ഉടനെ തന്നെ നടത്തും നമ്മള്. പിന്നെ ഞാനല്ലേ ഉള്ളൂ, എന്തിനാ വൈകിക്കണേ എന്നാ കുട്ടിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നികേഷ് പറയുന്നു. ഒന്ന് പോടാ, നല്ലൊരു ജോലി വാങ്ങിക്കാൻ നോക്കാം ആദ്യം, പിന്നെ നിന്റെ സുധീഷ് ഏട്ടന്റെ കല്യാണത്തെ പറ്റി നീ പറയണ്ട എന്ന് നിധി ദേഷ്യത്തോടെ പറയേ. സോറി, ആ വിഷയത്തിൽ ഞാൻ ഇടപെടില്ല എന്നവൻ പറയുന്നതിൽക്ക് നിധിയും ചിരിയോടെ നിൽക്കുകയാ. വീണ്ടും നികേഷ് ചിരിയോടെ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു നിൽക്കുന്നതിനിടയിലാണ് നീ ലഞ്ച് എടുത്തില്ലേ എന്ന് നിധി ചോദിക്കുന്നത്. ആ എടുത്തല്ലോ എന്ന് നികേഷ് പറയേ. പല ദിവസവും നീ ലഞ്ച് കൊണ്ടുപോകുന്നില്ലെന്ന് സുഭാഷ് ഏട്ടനൊരു പരാതി ഉണ്ട് കേട്ടോ എന്ന് നിധി പറയേ. ഓ എന്റെ പൊന്നെടുത്തി മടുത്തിട്ടാ, എന്നും ഒരേ സാമ്പാർ പുളിങ്കറി സാമ്പാർ എന്ന് നികേഷും പറയുന്നുണ്ട്. എന്നും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നില്ലടാ, അതാലോചിക്കേ എന്ന് നിധി പറയേ. അതൊക്കെ ശരിയാ, നമ്മുടെ വായിക്ക് പറ്റണ്ടേ. ഇനി മുതൽ ഞാൻ സ്കിപ്പ് ചെയ്യാതെ കഴിച്ചോളാം, പോരെ. ഇടയ്ക്കൊന്ന് സ്റ്റൈല് മാറ്റിപ്പിടിക്കാൻ സുഭാഷ് ഏട്ടനോട് ഇടത്തിയൊന്ന് പറഞ്ഞാൽ മതി എന്നവൻ പറയുന്നതുകൾക്ക് നിധി ചിരിയോടെ നിൽക്കുമ്പോഴും നികേഷ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ആ കുട്ടിയെ നോക്കി ചിരിക്കുകയാ. നിധി നികേഷിനോട് സംസാരിക്കുന്നതിനിടയിൽ നികേഷിന്റെ നോട്ടം ശ്രദ്ധിക്കേ സംശയത്തോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാ. അവൻ ആ കുട്ടിയെ നോക്കി നാണത്തോടെ ചിരിക്കുന്നത് കാണേ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ നിധിയും അവൾ ചിരിക്കുന്നത് കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ചവൾ നികേഷിനെ വിളിച്ച് ഡാഡാ എന്ന് വിളിക്കെ. എന്താ എന്ന് നികേഷ്. എന്താടാ ആ കുട്ടിയുമായിട്ടൊരു ചുറ്റിക്കളി എന്ന് നിധി ചോദിക്കേ. അയ്യോ ഞാനല്ല എന്ന് നികേഷും. നീ അല്ലേ എന്ന് നിധി ചോദിക്കേ. അല്ല, ആ കുട്ടിയാണ് എന്നെ നോക്കിയത് എന്നവൻ പറയേ. ആണോ എന്ന് ചോദിച്ച നിധി വീണ്ടും ആ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കേ. അവൾ ചിരിയോടെ നികേഷിനെ നോക്കി നിൽപ്പ. അത് കണ്ട് നിധി അവനെ നോക്കി ചിരിക്കുമ്പോഴേക്കും അതെന്നേ, ഞാൻ വെറുതെ കാഷ്വൽ ആയിട്ട് നോക്കിയത്, അപ്പോഴാ കുട്ടി എന്നെ നോക്കി നിൽക്കുന്നത് എന്ന് നികേഷ് പറയേ. നീ നോക്കിയത് കൊണ്ടല്ലേ അത് കണ്ടതെന്ന് നിധിയും. ഞാൻ മനഃപൂർവ്വം നോക്കിയതല്ല, ഏട്ടത്തി വേണമെങ്കിൽ നോക്കിക്കോ, ആ കുട്ടി എന്നെ നോക്കുന്നത് കാണാം എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ സംശയത്തോടെ നിധിയും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാ. അപ്പോഴും ആ പെൺകുട്ടി പ്രണയത്തോടെ നികേഷിനെ തന്നെ നോക്കി നിൽപ്പാ. അത് കണ്ട് നിധിയും ആവേശത്തോടെ അതേടാ ആ കുട്ടി ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എന്ന് പറയേ. ഇങ്ങോട്ടല്ല, എന്നെയാണ് നോക്കുന്നതെന്ന് നികേഷും. ആരാ അത്? നിനക്കറിയുന്ന ആളാണോ എന്ന് നിധി ചോദിക്കേ. നമ്മുടെ ഏരിയയിലുള്ളതല്ല, ഇനി പുതിയതായി വന്നതാണോന്ന് അറിയില്ല കേട്ടോ എന്ന് നികേഷും. അത് ശരി, അപ്പൊ ഈ ഏരിയയിലെ മുഴുവൻ കുട്ടികളെയും നിനക്ക് അറിയാല്ലേ എന്ന് നിധി ചോദിക്കേ. ഒരുവിധം, ഞാൻ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞ് നികേഷ് ആ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കുമ്പോഴേക്കും അവളും നികേഷിനെ നോക്കി ചിരിക്കുകയാ. ഉറപ്പ് എന്നെ തന്നെയാ എന്ന് പറഞ്ഞവൻ നാണത്തോടെ ചിരിക്കേ. അയ്യടാ, ചെറുക്കന് നാണമാവുന്നോ എന്ന് നിധിയും ചിരിയോടെ ചോദിക്കുക. പിന്നെ ഇല്ലാതിരിക്കോ, ഇത്ര സുന്ദരിയായ പെൺകുട്ടി എന്നെ നോക്കുകയല്ലേ എന്ന് നികേഷ് നാണത്തോടെ പറയേ. അല്ല, കോളേജിൽ ഒരു കുട്ടി നിന്നെ നോക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോ അതോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവസാനിച്ചു എടുത്തി, അവൾക്ക് ഞാനൊരു ബ്രദറിനെ പോലെയാണെന്ന്. അത് കേട്ട് നിധി ചിരിക്കുമ്പോഴേക്കും പക്ഷേ ഈ കുട്ടിയുടെ നോട്ടം അങ്ങനല്ല കേട്ടോ. ഉറപ്പാ എന്ന് പറഞ്ഞവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവനെ നോക്കി ചിരിക്കുക ആ പെൺകുട്ടിയും. പിന്നീട് ഹരീഷുമായി സംസാരിച്ചു നിൽക്കുക സുധീഷ്. ദൈവമേ, എന്തൊരു കള്ള തിരുമാലിയാണ് സുധീഷ് ഏട്ടൻ. ഏടത്തിയെ കല്യാണം കഴിക്കാൻ ഇങ്ങനൊരു ഫ്രോഡ് പരിപാടി ചെയ്തെന്നു എന്നവൻ ചോദിക്കേ. എടാ അങ്ങനെ പറയില്ലടാ, അന്ന് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് വേണമായിരുന്നു, കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് എടുത്തു കൊടുത്തു, അത്രയുള്ളൂ എന്ന് സുധീഷ് പറയേ. അങ്ങനെ ഏടത്തി അറിയാണ്ട് രജിസ്റ്റർ മാരേജും ചെയ്തു, എന്നിട്ട് ആധാർ കാർഡ് കയ്യിലല്ലാന്നും പറഞ്ഞ് ആ പാവത്തിനെ കുറെ നടത്തിച്ചു എന്ന് ഹരീഷ് കുറ്റപ്പെടുത്തേ. എടാ, അത് നിധി നമ്മുടെ വീട്ടിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലടാ കുട്ട എന്ന് സുധീഷ് പറയേ. അപ്പോ ആ പോലീസുകാരനെ കൊണ്ട് ഡിവോഴ്സ് വേണ്ടെന്ന് പറയിപ്പിച്ചതോ എന്ന് ഹരീഷ് ചോദിക്കേ. അതല്ലാതെ പിന്നെ ഞാൻ വേറെന്ത് ചെയ്യുമെന്നാ പറയണേ
എന്ന് സുധീഷും എന്നിട്ട് എന്തായി എല്ലാം കൊളായില്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എടാ നിധിയുടെ പിറന്നാളിന്റെ അന്ന് രാത്രി എന്നെയും കൊണ്ട് പുറത്തു പോയില്ലേ, അന്ന് അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ എന്ന് സുധീഷ് ചോദിക്കേ. പിന്നെ പറയില്ലേ, അമ്മാതിരി പണിയല്ലേ സുധീഷ് ഏട്ടൻ ചെയ്തത് എന്ന് ഹരീഷ് ചോദിക്കേ. എടാ നീയും കൂടി ഇങ്ങനെ പറയില്ലേ, എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സുധീഷും. ഇത് ഇഷ്ടമല്ല, ഒരുമാതിരി പിടിച്ചു വാങ്ങല, ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. തോന്നിയിട്ടൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ ആധാർ കാർഡ് കൊടുത്തിരുന്നെങ്കിലേ പണ്ടേ അവൾ വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് പോയിനെ. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അവൾക്ക് വീടും നിങ്ങളുമായി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായില്ലേ, ഹോസ്റ്റലിൽ പോയിട്ട് അവള് തിരിച്ചു വന്നില്ലേ, അതിനു വേണ്ടിയാ എന്ന് സുധീഷ് പറയേ. എന്തായാലും സുഭാഷ് ഏട്ടന് വേഗം പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെന്താടാ എന്ന് സുധീഷ് ചോദിക്കേ. ഏതായാലും ഏട്ടത്തി ഡിവോഴ്സ് വാങ്ങി പോവാന്ന് ഉറപ്പായില്ലേ, ഇമാതിരി ഫ്രോഡ് പരിപാടി കാണിച്ച ഒരാളുടെ കൂടെ ഏത് പെണ്ണും ജീവിക്കും സുധീഷ് ഏട്ടാ എന്ന് ഹരീഷ് ചോദിക്കേ. എടാ അത് ലവ് കൊണ്ടാടാ എന്ന് സുധീഷ്. അയ്യേ ഇതാണോ ലവ് എന്ന് ഹരീഷ് ചോദിക്കേ. എന്തേ ഇത് ലവ് അല്ലേ, ഞാൻ കരുതിയത് നീ പ്രേമത്തിൽ കുടുങ്ങിയപ്പോ എന്റെ പ്രശ്നം കുറച്ചെങ്കിലും മനസ്സിലാവുമെന്ന. എല്ലാവരും സ്വാർത്ഥന്മാരാണല്ലോ ദൈവമേ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്റെ സുധീഷ് ഏട്ടാ, പ്രേമം സ്വാഭാവികമായിട്ടുണ്ടാവണം, ഇത് ശരിക്കും പിടിച്ചു പറിക്കണ പോലെയല്ലേ എന്ന് ഹരീഷിന്റെ ചോദ്യങ്ങൾക്ക് ദേഷ്യത്തോടെ അവന് നോക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷും കൂട്ടരും അവരുടെ ജാതകത്തെക്കുറിച്ച് അച്ഛനോട് ചോദിക്കുന്നതും അവർക്കാർക്കും കല്യാണ യോഗമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ കൈ ഒഴിയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.